ഭാവിയിൽ ഈ രീതിയിൽ നമ്മൾ പ്രകൃതിയെ മലിനപ്പെടുത്തി ശ്രദ്ധിക്കാൻ പോയാൽ ചന്ദ്രനിൽ ആൾക്കാർ പോകുന്നില്ല, അവിടെ ജീവിക്കുന്നില്ല, ഭൂമിയിൽ ജീവിക്കേണ്ടി വരും. അപ്പം നമ്മൾ വൃക്ഷങ്ങളൊക്കെ വെച്ച് നടണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു കല്യാണം നടത്തുമ്പോഴും ഈ വൃക്ഷത്തെ നടാൻ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ പണ്ടേ ചെയ്യുന്നുണ്ട്. ആശ്രമത്തിൽ ഇപ്പോൾ ഇട്ടമേടിയൊക്കെ നോക്കുന്ന ലക്ഷ വൃക്ഷങ്ങൾ നമ്മൾ ഓരോ ക്യാമ്പസിൽ തന്നെ വെച്ചിട്ടുണ്ട്. വിഷുക്കണി, വൃക്ഷക്കണി, ഉറച്ചി വന്ന് വൃക്ഷം വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജന്മനാളിന് ഒരു 10 പേർക്കെങ്കിലും 10 തൈ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് താളലയം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പണ്ട് കാലത്ത് യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന സമ്പ്രദായം ഓർക്കുന്നു. അവിടുത്തെ പണ്ട് കാലങ്ങളുള്ളവർ തേനീച്ചകളെ തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി കണ്ടില്ല. കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടായാൽ ആ വാർത്ത അവർ തേനീച്ചകളോട് പങ്കിടും. തേനീച്ചകളില്ല പരാഗണം നടക്കില്ലെന്ന്, പരാഗണം നടന്നില്ലെങ്കിൽ മനുഷ്യൻ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം ഉണ്ടാവില്ലെന്നും അവർക്കറിയാമായിരുന്നു. പണ്ടത്തെ ആളുകൾ തേനീച്ചകളുമായി വിശേഷങ്ങൾ പങ്കിട്ടതിനെക്കുറിച്ചുള്ള പാട്ടുകൾ പോലും അവരുടെ ഇടയിൽ ഇന്ന് നിലനിൽപ്പുണ്ട്. പക്ഷേ പ്രകൃതിയുമായി മനുഷ്യൻ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മറന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം തേനീച്ചകൾ വളർത്തുന്നവരുണ്ട്, അതവർ തേനെടുക്കാൻ വേണ്ടിയാണ്, അതൊരു ബിസിനസ് പോലെ ഉപയോഗിക്കുകയാണ്. പക്ഷെ അതിനെ സ്നേഹിച്ചിരുന്നു വേറെ രീതി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. മഴക്കാലത്ത് ആ തേനീച്ചകൾ തേൻ കിട്ടത്തില്ല, പക്ഷെ മഴക്കാലത്ത് എടുക്കല്ലേ മക്കളെന്ന് പറയും. എടുത്തു കഴിഞ്ഞാൽ തേനീച്ചകൾ മരിച്ചു പോകും, ഭക്ഷണം കിട്ടില്ല. പക്ഷെ അന്നത്തെ കാലത്ത് തേനീച്ചകൾ നമ്മുടെ ഭാരതത്തിൽ പോലും അവർ അമ്പ ചെയ്തിട്ട് അതിൽ കൂടി ഇറ്റ് വരുന്നതാണ് എടുക്കുന്നത്. കാരണം കൂട് നിലനിർത്തും നമുക്ക് വേണം, പക്ഷെ അതിനും നിലനിൽപ്പ് ആവശ്യമാണ്. നമ്മുടെ വിശപ്പിലും മറ്റവൻ്റെ വേദനയും വിശപ്പ് ഓർക്കുന്നു. അങ്ങനൊരു മനോഭാവമായിരുന്നു അന്നത്തെ ആളുകളിൽ. കാലുവാസി മക്കളുടെ പാട്ടുകൾ കേൾക്കണം. അവർ മൃഗങ്ങളെ പറ്റിയും ശരിക്കും പറഞ്ഞാൽ മാക്രി, തേനീച്ച, വണ്ട്, ഞണ്ട് ഇങ്ങനെയുള്ള അതിനെല്ലാം പേരെഴുതിയാണ് പാടുന്നത് പോലും, നൃത്തം ചെയ്യുന്നത് പോലും. ആ പ്രകൃതിയുടെ ഓരോ ജീവികളെ സ്നേഹിക്കുകയും, പക്ഷെ അതിൽ നിന്ന് അവർ കഴിക്കുന്നുണ്ട്. വിശപ്പിനെടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ആവശ്യം എടുക്കുള്ളൂ. സമ്പാദിക്കാൻ വേണ്ടി അവർ എടുത്തിരുന്നില്ല.